ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം വർദ്ധിച്ചു വരികയാണ്. ദൈവനിന്ദ ആരോപിച്ച് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നും ക്രിസ്ത്യൻ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്തകൾ പുറത്തുവരികയാണ്. മുസ്ലിം യുവാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അമീർ മാസിക എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമായതിനാൽ തന്നെ പലപ്പോഴും ദൈവനിന്ദ ആരോപിച്ചുകൊണ്ട് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അടക്കം ആക്രമിക്കുന്നതും അതുപോലെ തന്നെ വലിയ കടുത്ത ശിക്ഷാ നടപടികൾ നടത്തുന്നതും പതിവ് സംഭവമായി മാറുകയാണ്. ആയതിനാൽ തന്നെ ഈ വിഷയത്തെ വളരെ സെൻസിറ്റീവ് വിഷയമായി തന്നെ കണക്കാക്കേണ്ടി വരും. കഴിഞ്ഞയാഴ്ച ലാഹോറിലെ നിഷാദ് കോളനിയിലാണ് സംഭവം നടന്നത്. മുസ്ലിം യുവാവായ സുനർ അലിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അയൽക്കാരനായ മാസിക് തന്റെ പലചരക്ക് കടയിൽ വന്ന് മോശം സാമ്പത്തിക സ്ഥിതി കാരണം പാകിസ്ഥാൻ വിടുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയെന്നും പിന്നീട് പെട്ടെന്ന് തന്നെ പ്രവാചകനെതിരെ അപമാനകരമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് മുസ്ലിം യുവാവായ സനൂർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ പാകിസ്ഥാൻ പീനൽ കോഡിലെ സെക്ഷൻ 295C പ്രകാരം ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തതായും വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ പ്രവാചകന്റെ നാമം അശുദ്ധമാക്കുന്ന കുറ്റമാണ് എന്ന് പാകിസ്ഥാൻ പീനൽ കോഡിലെ സെക്ഷൻ 295C കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ ഈ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ വധശിക്ഷയോ അല്ലെങ്കിൽ ജീവപര്യന്തം തടവോ പിഴയോ ആണ്. എന്നാൽ ഇത് വ്യാജ കേസാണ് എന്നതാണ് ഈ കുടുംബം വാദിക്കുന്നത്. കടയുടമയും അതുപോലെ തന്നെ മാസിക്കും വർഷങ്ങളായി തന്നെ ഒരു തെരുവിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മഴവെള്ളം ഒഴുകിപ്പോകുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ അവർക്കിടയിൽ വലിയ രൂക്ഷമായൊരു തർക്കം ഉടലെടുക്കുന്നത്. മാസിക് തന്റെ വീട്ടിൽ നിന്നുള്ള വെള്ളം തെരുവിലേക്ക് ഒഴുക്കിവിട്ടതായും അത് തന്റെ കടയിലേക്ക് പ്രവേശിച്ചതായും കടയുടമയായ അലി ആരോപിക്കുന്നുണ്ട്. പിന്നീട് സുനിർ അലി ആകട്ടെ മാസിക്കിനെതിരെ ദൈവനിന്ദയ്ക്ക് കേസ് നൽകിയെന്നതുമാണ് ബന്ധുക്കളുടെ വിമർശനം. അതേസമയം പാകിസ്ഥാനിൽ ദൈവനിന്ദ ഒരു സെൻസിറ്റീവ് വിഷയമായി തന്നെ മാറുകയാണ്. അവിടെ ഇസ്ലാമിനെയോ അല്ലെങ്കിൽ ഇസ്ലാമിക വ്യക്തികളെയോ അപമാനിക്കുന്ന ആർക്കായാലും വധശിക്ഷ നൽകാം എന്നതാണ് അവരുടെ നിയമത്തിൽ അനുശാസിക്കുന്നത്. അതുപോലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ എല്ലായ്പ്പോഴും തന്നെ ഇത്തരത്തിൽ ദൈവനിന്ദ ആരോപിക്കപ്പെടുകയും അതിൻ്റെ പേരിൽ ആക്രമിക്കുകയും പിന്നീട് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം മെയ് മാസത്തിൽ ഉയർന്നു വന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പരിഹരിച്ചതിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വൈറ്റ് ഹൗസിന് വീണ്ടും പ്രശംസ നൽകിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിദേശ നയം അതുപോലെ അക്രമാസക്തവും ഫലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമാണ് എന്നും വിലയിരുത്തപ്പെടുന്നതായും അവിടുത്തെ പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് വിശേഷിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആണവായുധങ്ങൾക്കുള്ള 2 രാജ്യങ്ങൾ തമ്മിലുള്ള വെടിനിർത്തലിന് താൻ വ്യക്തിപരമായ മധ്യസ്ഥത വഹിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു പറയുകയാണ്. ഇത്രയധികം ദിവസങ്ങൾക്ക് ശേഷവും അദ്ദേഹം വീണ്ടും ഇക്കാര്യം തന്നെ ആവർത്തിച്ച് രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലോകവേദിയിൽ പ്രസിഡന്റ് എന്താണ് ചെയ്തതെന്ന് നോക്കുമെന്നും ഇന്ത്യയും പാകിസ്ഥാനെയും പോലുള്ള യുദ്ധങ്ങളും അദ്ദേഹം അവസാനിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ വ്യക്തി കൂടിയാണ് എന്നും ഇവർ വിശേഷിപ്പിക്കുന്നു. അതുപോലെ റഷ്യയിലെയും യുക്രൈനിലെയും യുദ്ധം അവസാനിപ്പിക്കാൻ പോലും ട്രംപ് ആകട്ടെ ആക്രമണാത്മകമായി തന്നെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം തുടരുകയും ചെയ്യുന്നുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അദ്ദേഹം പൂർണ്ണമായും ഇല്ലാതാക്കിയെന്നും ഇസ്രായേലിനെയും ഗാസയും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ അദ്ദേഹം തുടർന്ന് നടത്തിവരികയും ചെയ്തുവെന്നും ആ സംഘർഷം അവസാനിപ്പിക്കുവാനും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുവാനും അദ്ദേഹം ശ്രമിച്ചതായാണ് ഇവിടെ വൈറ്റ് ഹൗസിൽ നിന്നും വന്ന പ്രസ്താവനയിൽ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.